KCB ജീവനക്കാർക്ക് ക്ഷാമബത്ത നൽകാൻ അനുമതിയായി 2023 7% DA കുടിശ്ശിക നൽകാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് സർക്കാരിന്റെ അനുമതി. മീഡിയ വൺ ഇംപാക്ട്. ആർബി സനൂപ് ചേരുന്നു. സനൂപ്, ധന്യ, KCBയിലെ ജീവനക്കാർ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു. INTUC CITU യൂണിയൻ സംയുക്തമായിട്ട് KCB ആസ്ഥാനത്ത് മുന്നിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ഇന്നലെ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ അവർ സെക്രട്ടേറിയറ്റ് മുന്നിലും പ്രതിഷേധിച്ചിരുന്നു. ഈ പ്രധാനമായിട്ടും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വേഗത്തിലാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ സമരമൊക്കെ നടന്നുകൊണ്ടിരുന്നത്. മീഡിയ വൺ ഇത് വാർത്തയാക്കിയിരുന്നു. ഇന്നലത്തെ എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ സമരം തന്നെ സർക്കാരിനെതിരെയായിരുന്നു. ഇത് കൃത്യമായി തന്നെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ കണ്ണ് തുറന്നത്. 2023 2 ഗഡു അത് നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ജനുവരിയിലെ 4%, അതേപോലെ ജൂലൈ മാസത്തെ 3% ചേർത്ത് 7% ക്ഷാമബത്ത കുടിശ്ശിക നൽകാനാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ സമരം തുടരുന്ന CITU INTUC സംയുക്ത സമരസമിതിയായിട്ട് ചർച്ച നടത്താനും വൈദ്യുതി മന്ത്രി തീരുമാനമെടുത്തിട്ടുണ്ട്. നവംബർ മാസം 1 വൈകുന്നേരം 3 മണിക്ക് ചർച്ച നടക്കും. ധന്യ. ശരി സനൂപ്.